നമസ്കാരം. പ്രധാന വാർത്തകൾ. ദുർബലരും നിരാലംബരുമായവരെ ചേർത്ത് നിർത്താനും അവരെ സഹായിക്കാനും പൊതുപ്രവർത്തകർക്കാകണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒറ്റപ്പാലത്ത് CMN ട്രസ്റ്റ് നിർമ്മിച്ച 13 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൈമാറി. മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന ഭരണമാണ് നടക്കുന്നതെന്ന് CPM ലോക്കൽ കമ്മിറ്റി. ലീഗ് കൗൺസിലർമാർ ഗുണ്ടകളെപ്പോലെ പെരുമാറി. ഭരണസമിതിയിൽ 2 തട്ടിലായി കോൺഗ്രസ് കൗൺസിലർമാർ. DCC പ്രസിഡന്റിനെ അതിർത്തി അറിയിച്ച് മുസ്ലിം ലീഗ്. ചെർപ്പശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണം നിലവിലെ രീതി തുടരും. മാറ്റമുണ്ടാകില്ലെന്ന് വൈസ് ചെയർമാൻ. പ്രതിഷേധവുമായി പ്രതിപക്ഷം കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്തരിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് ആദർശ പ്രസ്ഥാനത്തിന്റെ മാതൃകാ പണ്ഡിത ശ്രേഷ്ഠൻ. ഖബറടക്കം തിരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കുടിവെള്ള പദ്ധതിയിലൂടെ വെള്ളം കിട്ടിയില്ലെങ്കിലും ബില്ല് കൃത്യമായി നൽകി വാട്ടർ അതോറിറ്റി. അമ്പലപ്പാറ കണ്ണമ്പൂങ്ങോട് പ്രദേശത്തെ 20ഓളം കുടുംബങ്ങൾക്കാണ് വെള്ളം ലഭിക്കാതെ ബില്ല് നൽകിയത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർക്ക് പുതിയ കണക്ഷൻ നൽകിയത്. കരിമ്പുഴ കോട്ടപ്പുറം കുണ്ടൂർക്കുന്നിലെ ക്രഷർ യൂണിറ്റിനെതിരായ പരാതി. പ്രദേശവാസികളുടെ യോഗം വിളിച്ച് പഞ്ചായത്ത്. കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തീരുമാനം. വിശദമായ വാർത്തകൾ. സമൂഹത്തിലെ ദുർബലരും നിരാലംബരുമായവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പൊതുപ്രവർത്തകർക്കാകണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒറ്റപ്പാലം CMN ട്രസ്റ്റ് എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സഹജീവികളുടെ ഇല്ലായ്മകളെ പരിഗണിച്ചു മാത്രം ജീവിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരാണ് സമൂഹത്തെ പ്രസാദാത്മകമാക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മികച്ച ശ്രേണിയിലാണ് CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരുടെ സങ്കടം എത്ര വലിയ സങ്കടമായിരിക്കും. നമ്മൾ പണ്ട് പറയും 6 അടി മണ്ണ് പോലും ഇല്ല. 6 അടി മണ്ണ് മരിക്കുമ്പോൾ കുഴിച്ചിടാനാണ്. മരിക്കുമ്പോഴല്ല ഭൂമി വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് വീട് വെക്കാൻ ഒരു ഭൂമി വേണ്ടത്. യഥാർത്ഥത്തിൽ ആ ഭൂമി വേണം. ആ ഭൂമിയിൽ 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു വീടുണ്ടാക്കി കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരായുള്ളത്? അവർക്കതിന് കഴിയുന്നില്ല. നിസ്സഹായരായ മനുഷ്യർ. നമ്മളത് കണ്ടില്ല എന്ന് നടിച്ചാൽ പിന്നെ എന്താണ് അതിനർത്ഥം? നമ്മൾ പൊതുപ്രവർത്തകരാകുന്ന ആളുകൾ, നമുക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ വിഷയം അല്ലാതെ എന്ന് വിചാരിക്കും. അത് വേറെ ആരുടെയോ വേറെ ഏതോ കുടുംബത്തിലുള്ള ഒരു വിഷയമായി കണക്കാക്കാം. പക്ഷെ യഥാർത്ഥ ഒരു പൊതുപ്രവർത്തകനും നന്മ നിറഞ്ഞ ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സങ്കടം നമ്മുടെ സങ്കടമായി മാറുമ്പോഴാണ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. പമ്പാവാസൻ നായർ അദ്ദേഹം ബിസിനസ് ചെയ്ത് അദ്ദേഹം ധനികനായ ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ധനികരായ ആളുകളുണ്ട്. ധനികരായ ആളുകൾ പലരും ഇതൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യരുടെ ഗണത്തിൽ, നല്ല മനുഷ്യരുടെ ശ്രേണിയിലാണ് അദ്ദേഹം എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവും ഭാര്യയും 2 മക്കളും അവരും ചേർന്ന് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാനുള്ളൊരു താല്പര്യം തീർച്ചയായും കാണിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ മാതാപിതാക്കളുടെ പേരിൽ, മാതാപിതാക്കളോട് ഇതിനേക്കാളും വലിയൊരു ആദരവ് ഒരു മകൻ എങ്ങനെയാണ് കാണിക്കുന്നത്? അവരുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പാവങ്ങളെ സഹായിക്കുമ്പോൾ ആ പാവങ്ങളുടെ പ്രാർത്ഥനകളാണ് ആ മാതാപിതാക്കൾക്ക് കൂടി ലഭ്യമാകുന്നത്. എടുത്ത തീരുമാനങ്ങൾ എന്ത് പ്രതിബന്ധം വന്നാലും നിശ്ചയദാർഢ്യത്തോടെ നടപ്പാക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് CMN ട്രസ്റ്റ് ചെയർമാനും ഗൾഫ് വ്യവസായിയുമായ പമ്പാവാസൻ നായർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഭവന പദ്ധതി അടക്കമുള്ള സഹായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ട്രസ്റ്റിന് സാമൂഹിക പ്രവർത്തകർ ഒന്നടങ്കം നൽകുന്ന പിന്തുണ പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നേക്കാൾ വളരെ ആഴത്തിലും ഗ്രാവിറ്റിയോടെയും അദ്ദേഹം പഠിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനും ഗോപിയേട്ടനും പിന്നെ അഡ്വക്കേറ്റ് ബാലേട്ടനും ഒക്കെ പാടി ഇരിക്കുന്ന സമയത്ത് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. കാരണം നമ്മൾ യാത്രകൾക്കിടയിൽ മനസ്സിലാക്കിയ പല കാര്യങ്ങളും അദ്ദേഹം വളരെ ആഴത്തിൽ ഗ്രാവിറ്റിയോടെ പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനപ്പുറം നമുക്കെല്ലാവർക്കും അറിയാം, കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ എടുത്ത നല്ല തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തടസ്സങ്ങൾ നേരിടുമ്പോൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ വരുമ്പോൾ കൃത്യമായ വസ്തുതകൾ നിരത്തി, നമ്മൾ പറയില്ല ഒരു പേമാരി പെയ്തിറങ്ങുന്ന പോലെ
അവയെ മറികടക്കാനുള്ള അനിതര സാധാരണമായ അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. 13 കുടുംബങ്ങൾക്ക് പുതിയ വീടുകളുടെ താക്കോലുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും സമ്മാനിച്ചു. ട്രസ്റ്റ് പുതിയതായി നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധാരണാപത്രവും ചടങ്ങിൽ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി N. ഷംസുദ്ദീൻ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി KA. തുളസി, MLA-മാരായ M. വിൻസെന്റ്, P. മമ്മിക്കുട്ടി, അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, VT ബൽറാം, BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് PK. കൃഷ്ണദാസ്, ട്രസ്റ്റി കലാ പമ്പാവാസൻ എന്നിവർ സംസാരിച്ചു. CMN ട്രസ്റ്റി വിഘ്നേഷ് പമ്പാവാസൻ സ്വാഗതവും മാനേജർ സന്തോഷ് കയറാട്ട് നന്ദിയും അറിയിച്ചു. പ്രണവം ശശിയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് അവതരണവും രാജ് കലേഷിന്റെ മാജിക് ഷോയും അനുബന്ധമായി നടന്നു. മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന ഭരണമാണ് നടക്കുന്നതെന്ന് CPM ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ലീഗ് ഗുണ്ടകളെ പോലെയാണ് ആക്രമിച്ചതെന്നും ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗങ്ങളെ പോലും വെറുതെ വിട്ടില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിൽ UDF ഭരണസമിതി നിലവിൽ വന്ന് 7 മാസം പൂർത്തിയായപ്പോൾ UDFന് താൽപ്പര്യമുള്ള വിഷയങ്ങൾ മാത്രമാണ് അജണ്ടയാവുന്നതെന്ന് CPM ആരോപിച്ചു. കഴിഞ്ഞ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് 200ഓളം പേർക്ക് വീട് വെച്ച് നൽകാൻ തയ്യാറായി. അന്ന് പ്രതിപക്ഷത്തിരുന്ന CPM പറഞ്ഞതാണ് മുഴുവൻ വീടുകൾക്കുമുള്ള തുക കണ്ടെത്തിയതിനു ശേഷമായിരിക്കണം പ്രഖ്യാപനമെന്ന്. എന്നാൽ ഇന്നത്തെ അവസ്ഥ പലരും വീട് പൊളിച്ച് ഷെഡുകളിലും വാടക വീടുകളിലുമാണ് താമസം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിവിധ വാർഡുകളിലേക്ക് വെച്ച ഫണ്ടുകൾ മുൻ ചെയർമാൻ C. മുഹമ്മദ് ബഷീറിന്റെയും അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന ഇപ്പോഴത്തെ കൗൺസിലറുടെ വാർഡിലേക്ക് മാറ്റിയത് തെറ്റാണെന്നും അതിൽ വിയോജിച്ചതുമാണ് നഗരസഭാ സെക്രട്ടറിയോടുള്ള പ്രധാന വിരോധമെന്ന് ലോക്കൽ സെക്രട്ടറി K. മൻസൂർ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ എന്തെല്ലാമാണ് അവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആളുകളുടെ ഇടയിൽ വെച്ച് അസഭ്യം പറയാം, വലിച്ചിടുക താഴോട്ട്. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി ഇവർക്കിപ്പോ മുനിസിപ്പൽ സെക്രട്ടറി എങ്ങനെയാണ് മോശക്കാരനായത്? കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിവിധ വാർഡുകളിലേക്ക് വെച്ച ഫണ്ട്, ആ ഫണ്ട് എടുത്തുകൊണ്ട് മുൻ ചെയർമാന്റെയും അതുപോലെ ചെയർമാന്റെ ഡ്രൈവറായ നെല്ലിപ്പുഴ വാർഡിലെ കൗൺസിലറുടെ വാർഡിലേക്കും മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൗൺസിലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് LDFന്റെയും UDFന്റെയും ചില കൗൺസിലർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവിടുത്തെ കാര്യം എന്താണ്? 1 കോടി രൂപയോളം സ്വന്തം വാർഡിലേക്ക് കൊണ്ടുപോകുക, മറ്റു ആളുകളുടെ വാർഡുകളിൽ നിന്ന് ഫണ്ട് വെച്ചത് മാറ്റി ആരും അറിയാതെ ഭേദഗതിക്ക് പോയി വാർഡിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഡ്രൈവറുടെ വാർഡിലേക്കും കൊണ്ടുപോകുക. അതിന് LDFന്റെ കൗൺസിലർമാർ ചോദ്യം ചെയ്ത് സെക്രട്ടറിയെ സമീപിച്ചു. ആ സെക്രട്ടറിയെ സമീപിച്ച സമയത്ത് സെക്രട്ടറി അത് അനുവദിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞത് കാരണമാണ് ഒന്നാമത്തെ ശത്രുവായത്. മണ്ണാർക്കാട് നഗരസഭയിൽ പരസ്യ ബോർഡുകൾ വെച്ചത് ആരാണെന്ന് അറിയില്ലെന്നാണ് വിഷയം നഗരസഭയിലെത്തിയപ്പോൾ മുൻ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ സഭയിൽ അറിയിച്ചത്. എന്നാൽ 2022 ഒറ്റപ്പാലത്തെ പരസ്യ കമ്പനിക്ക് വർക്ക് ഓർഡർ നൽകിയത് നഗരസഭാ രേഖയിലുണ്ടെന്ന് പാർലമെന്ററി പാർട്ടി നേതാവ് S. അജയകുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നഗരത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ മാറ്റാനാകില്ല. പരസ്യ കമ്പനി കോടതിയിൽ പോയതോടെ ബോർഡുകൾ മാറ്റാൻ ഇനി കഴിയില്ലെന്നും S. അജയകുമാർ പറഞ്ഞു. 2022 ജനുവരി മാസത്തിൽ ഈ പരസ്യ കമ്പനിക്ക് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തന്നെ വർക്ക് ഓർഡർ കൊടുത്ത ഒരു കമ്പനിയാണ് പുതിയടത്ത് അഡ്വർടൈസിംഗ് ഏജൻസി എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്തുള്ളത്. പുതിയടത്ത് അഡ്വർടൈസിംഗ് ഏജൻസി ഒറ്റപ്പാലത്തിന് 2020 ജനുവരി മാസത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി വർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്.
എന്ന് മാത്രമല്ല 13-ാം തീയതിയാണ് ഇവർ ഇതിന്റെ താല്പര്യ ഫോം മുനിസിപ്പാലിറ്റി കൈമാറുന്നത്. 2022 ജനുവരി മാസം 13-ാം തീയതി. അതിനുശേഷം 2022 ജനുവരി മാസം തന്നെ അന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നു. ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അനുമതി നൽകുന്നു. 21-ാം തീയതി മണ്ണാർക്കാട് നഗരസഭ കൗൺസിൽ കൂടുന്നു. ഈ കൗൺസിൽ അംഗീകരിക്കുന്നു. ഈ 22-ാം തീയതി വർക്ക് ഓർഡർ കൊടുക്കുന്നു. വർക്ക് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പായി പൂർത്തീകരിക്കേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടുള്ള എഗ്രിമെന്റ് തയ്യാറാക്കിയിട്ടില്ല. ഏതെല്ലാം ഭാഗത്ത്, ഏതെല്ലാം സൈസിൽ, എന്താണ് മുനിസിപ്പാലിറ്റികളുടെ വരുമാന മാർഗം, ഇതൊന്നും വ്യക്തമാക്കാതെ എഗ്രിമെന്റ് ചെയ്യാതെ ഈ ഏജൻസിക്ക് വർക്ക് ഓർഡർ കൊടുത്തതാണ്. ഇപ്പൊ മുറിച്ചു പറഞ്ഞു ചെല്ലുമ്പോൾ ആ കമ്പനി കോടതി പോവാണ്. അവർക്ക് കൊടുത്ത വർക്ക് ഓർഡറിന്റെ ബലത്തിലാണ് അവർ ആ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഒരു സഭയെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ട് പച്ച കളവ് സഭയ്ക്കകത്ത് പറയുക, കൗൺസിലകത്ത് പറയുക എന്നുള്ളതാണ്. ഇത് നടന്ന കാര്യങ്ങളാണ്. ഇത് നടന്നിട്ടേ ഇല്ല. മുനിസിപ്പാലിറ്റി ഒരു റോളും ഇല്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റി അറിഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി കൊടുത്ത കടലാസിന്റെ ബലത്തിൽ മാത്രമാണ് ആ പരസ്യം സ്ഥാപിച്ചിട്ടുള്ളത്. കൗൺസിലർമാരായ CP പുഷ്പാനന്ദ്, അനീസ് ഗസൽഫർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭാ ഭരണസമിതിയിൽ കോൺഗ്രസ് 2 തട്ടിൽ. ഇടപെടാതെ കോൺഗ്രസ് നേതൃത്വം DCC പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗ്. ഒരു കോൺഗ്രസ് അംഗത്തിനെയാണ് ലീഗ് അംഗം പിടിച്ചു തള്ളിയത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ താഴെ വെച്ചിട്ടായിരുന്നു സംഭവം. ആ തർക്കം നടക്കുന്നതിന്റെ ഇടയിൽ കോൺഗ്രസ് അംഗത്തെ ലീഗ് അംഗം പിടിച്ചു തള്ളുകയും വൈസ് ചെയർപേഴ്സണായ കോൺഗ്രസ് അംഗം ഡയച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ അത് കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് എനിക്കത് പ്രതികരിക്കാൻ അറിയുന്നില്ല. കാരണം ഞാനത് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് ആ കാര്യങ്ങൾ പ്രതികരിക്കാം. ഈ സംഭവത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം എന്തുകൊണ്ടാണ്? താങ്കൾ അറിയാതെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്? അതെ, ഇന്നലെ എല്ലാം പ്രതിഷേധം ഉണ്ടായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് കോൺഗ്രസ് യോഗം ചേർന്നില്ല? ഈ പ്രതിഷേധം അറിയില്ല. യോഗം ചേരാനുള്ളത് പാർലമെന്ററി ഇന്നലെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യോഗം ചേരാൻ വേണ്ടിയിട്ട് മറ്റ് കൗൺസിലർമാരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ കൗൺസിലർമാർക്കെതിരെ പാർട്ടി തല നടപടിക്ക് അതിനൊന്നും ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് കൗൺസിലർമാരായിട്ട് ആലോചിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. മുസ്ലിം ലീഗ് പ്രതിനിധി ചെയർമാനായ ഭരണസമിതിയിൽ 4 അംഗങ്ങളുള്ള കോൺഗ്രസ് പല വിഷയങ്ങളിലും 2 തട്ടിലാണ്. ഉപാധ്യക്ഷനായ K ബാലകൃഷ്ണനും വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീന ശശിയും ഒരു പക്ഷത്തും കോൺഗ്രസ് കൗൺസിലർമാരായ P രാധാകൃഷ്ണനും കുളമ്പൻ ജലീലും മറുപക്ഷത്തുമാണ്. സെക്രട്ടറിയെ അറിയിക്കാതെ കൗൺസിൽ യോഗം വിളിച്ച സംഭവത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച രാധാകൃഷ്ണനും കുളമ്പൻ ജലീലും പരസ്യമായി രംഗത്ത് വന്നിരുന്നു. യോഗം നടന്ന വ്യാഴാഴ്ച ഉദ്യോഗസ്ഥരെ തടയുന്നതിലും ഇവരാണ് മുൻപന്തിയിലുണ്ടായിരുന്നത്. അതേസമയം ബാലകൃഷ്ണനും സീനയും ലീഗ് നിലപാടിനൊപ്പം നിന്നു. സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വം മന്ത്രിമാരെ കണ്ടതിന് പിന്നാലെ കുളമ്പൻ ജലീലും മന്ത്രിമാരെ കണ്ട് മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഭരണസമിതിയിലെ പല തീരുമാനങ്ങളോടും ഇവർ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂടി പിന്തുണയോടെ ഭരിക്കുന്ന ഭരണസമിതി തങ്ങളെ ഒരു കാര്യവും അറിയിക്കുന്നില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേദിയില്ലെന്നതാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ 4 മാസത്തിലേറെയായി നഗരസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല. കൗൺസിൽ യോഗങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന പാർട്ടിയുമായോ കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിലോ ഒരു കൂടിയാലോചനയും നടക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ പരാതിയുണ്ട്. UDF ഭരണസമിതിയിലെ 2 പേർ മറുപക്ഷത്ത് നിൽക്കാനുണ്ടായ സാഹചര്യം പരിഹരിക്കുന്നതിന് പകരം അവരെ കൂടുതൽ അകറ്റി നിർത്താനുള്ള നീക്കമാണ് ലീഗിന്റെ പക്ഷത്തു നിന്നുണ്ടായത്. ലീഗ് കൗൺസിലർമാർ കോൺഗ്രസ് കൗൺസിലർമാരുടെ കോളറിന് പിടിക്കുകയും പോർവളി മുഴക്കുകയും ചെയ്തത് ജനം കണ്ടു. സ്ഥിതി അങ്ങേയറ്റം വഷളായിട്ടും കോൺഗ്രസ് കൗൺസിലർമാരെ ഒന്നിച്ചു കൊണ്ടുപോകാനോ കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ കയ്യാങ്കളിക്ക് മുതിർന്ന ലീഗ് കൗൺസിലർമാർക്കെതിരെ ലീഗ് നേതൃത്വത്തിനോ പരാതി നൽകാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അമർഷമുണ്ട്. അതേസമയം ഭരണസമിതി നിലപാടിനെതിരെ നിന്ന കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ DCC പ്രസിഡന്റിന് ലീഗ് നേതൃത്വം പരാതി നൽകുകയും ചെയ്തു. കോൺഗ്രസിലെ 2 പേർ ഇടഞ്ഞു നിന്നാൽ നിർണായക വിഷയങ്ങളിൽ ഭരണസമിതിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. 30 അംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് 12 സീറ്റും കോൺഗ്രസിന് 4ഉം കേരള കോൺഗ്രസിന് 1 സീറ്റുമാണുള്ളത്. CPM-ന് 12ഉം BJP-ക്ക് 1 സീറ്റുമുണ്ട്.
മണ്ണാർക്കാട് നഗരസഭ മുൻ ചെയർമാനും നിലവിലെ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷനുമായ സി മുഹമ്മദ് ബഷീർ പ്രത്യേക മുറി ആവശ്യപ്പെട്ടില്ലെന്ന വാദം പൊളിയുന്നു. 2026 ഏപ്രിൽ 28 കൗൺസിൽ യോഗ നോട്ടീസിൽ 9ാമത്തെ അജണ്ട ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷന് സെക്രട്ടറിയുടെ മുറിയോട് ചേർന്നുള്ള മുറി ഒരുക്കണമെന്നാണ്. എനിക്ക് ഒരുപാട് റൂമിന്റെ വീട്ടിലുണ്ട്, അതിന്റെ അപ്പുറത്ത് കൂടെ ടൗണിലുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റി ഏതായാലും റൂം എടുത്ത് വന്ന് കടന്നുറങ്ങാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായോ? എന്താവശ്യപ്പെട്ടത്? എവിടെ ആവശ്യപ്പെട്ടത്? നിങ്ങളെ പത്രക്കാരോട് പറഞ്ഞു, അല്ലെങ്കിൽ കൗൺസിലിൽ പറഞ്ഞു. അതിന്റെ ആവശ്യമല്ല. ഇനി എനിക്ക് റൂം വേണം തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഭരണകക്ഷി ചെയർപേഴ്സണും വൈസും ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഞങ്ങൾ UDF ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ റൂമും കിട്ടും. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ ബാക്ക് സീറ്റ് ഡ്രൈവ് നടത്താറുള്ള ഞാൻ പുറത്ത് നിൽക്കണം. ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഇതിലൊരു അംഗമാണ്. മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കാൻ പറയാം. മണ്ണാർക്കാട് നഗരസഭയിൽ സെക്രട്ടറി അറിയാതെ യോഗം വിളിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. സി മുഹമ്മദ് ബഷീറിന് മുറി അനുവദിക്കാത്തതാണോ സെക്രട്ടറിയോടുള്ള ലീഗിനുള്ള അസ്വാരസ്യമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ മുറിയുണ്ട്, പോരെങ്കിൽ നഗരസഭയ്ക്ക് സമീപം സ്വന്തമായി കെട്ടിടവുമുണ്ടെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഈ വാദത്തെ ഖണ്ഡിക്കുന്നതാണ് 2026 ഏപ്രിൽ 28 അജണ്ട. 9ാമത്തെ അജണ്ടയായി പറയുന്നത് മണ്ണാർക്കാട് നഗരസഭയിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും മുൻ നഗരസഭാ ചെയർമാനുമായ സി മുഹമ്മദ് ബഷീറിന് ഓഫീസായി ഉപയോഗിക്കുന്നതിലേക്ക് നിലവിലെ റൂമിന്റെ സൗകര്യം അപര്യാപ്തമായതിനാൽ സെക്രട്ടറിയുടെ അപ്പുറത്തുള്ള മുറി ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ചെയർപേഴ്സന്റെ കത്ത് കൗൺസിൽ പരിഗണനയ്ക്ക് എന്നാണ്. വിവരണത്തിൽ 16/11/2025 ചെയർപേഴ്സന്റെ കത്ത് എന്നാണ്. ചെയർപേഴ്സന്റെ ചേംബറിൽ ചെയർപേഴ്സൺ കെ സജനയുടെ സാന്നിധ്യത്തിലാണ് സി മുഹമ്മദ് ബഷീർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തെറ്റായ വിശദീകരണം നൽകിയത്. മുറി അനുവദിക്കുന്നതിൽ കോൺഗ്രസിലെ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണനും AK രാധാകൃഷ്ണനും എതിർത്തതായും അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ സ്ഥിരം സമിതി അധ്യക്ഷയ്ക്ക് മുറി അനുവദിക്കണമെന്ന് വാദിച്ചിരുന്നുവെന്നുമാണ് ലഭിക്കുന്ന വിവരം. ചെർപ്പശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റമുണ്ടാകില്ല, നിലവിലെ രീതി തന്നെ തുടരുമെന്ന് വൈസ് ചെയർമാൻ. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിലിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുനർലേലം നടത്തണമെന്ന അജണ്ടയിലാണ് ട്രാഫിക് പരിഷ്കരണത്തിൽ എന്ത് തീരുമാനമായി എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ എന്താണ് കാലതാമസം എന്നായിരുന്നു ചോദ്യം. എന്നാൽ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇനി വലിയ മാറ്റങ്ങളുണ്ടാകില്ലെന്നും നിലവിലെ രീതി തുടരുമെന്നും വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ മറുപടി നൽകി. കഴിഞ്ഞ ദിവസം MLAയുടെ നേതൃത്വത്തിൽ ബസ്സുകാരും വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമായില്ലെന്നും ബസ്സുകാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. നമ്മൾ നഗരസഭ വിളിക്കുമ്പോൾ തന്നെ ഒരു ജനപ്രതിനിധി, അത് നമ്മുടെ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിളിക്കും, ബഹുമാനപ്പെട്ട MLA വിളിക്കുക, MLA ഓഫീസിൽ വിളിക്കുക, അവിടെയും ചർച്ച നടക്കും. ആ ചർച്ചയിലും നമ്മൾ എന്താ പറയേണ്ടത്? നഗരസഭയുടെ സ്റ്റാൻഡ് അന്നും എന്നും പറഞ്ഞു. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു ലോക്കൽ ബസ്സുകളെങ്കിലും ഈ പ്രദേശത്ത് കൂടെ വന്നാൽ നമുക്കേറെ സന്തോഷമാണ്. പക്ഷെ ബസ് ഓണേഴ്സ് ഇതിനൊന്നും തയ്യാറല്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞ അവരൊരു കാര്യം ഞങ്ങളെ വരുമ്പോ ഒന്നായിട്ട് വരും. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നായിട്ട് വരുന്നതിന് ഒരു കാരണവശാലും നമ്മൾ അതിനെ അംഗീകരിക്കില്ല. കാരണം അത്ര ശ്വാസം മുട്ടിയിട്ട് ഇവിടെയുള്ള ട്രാഫിക്കിന്റെ ഗതികേട് അനുഭവിച്ചവരാ. ആ ഗതികേട് അനുഭവിച്ചപ്പോ നമ്മൾ ഇവിടുന്ന് കുറെ ആൾക്കാർ ജനപ്രതിനിധികളെ വോട്ടിലേക്ക് വോട്ടിയിട്ടും എങ്ങനെ അത് തീർക്കണം എന്ന് നിയമപാലകരുടെ സഹായത്തോടു കൂടി ഒരു കാര്യം ഉറപ്പാണ്, എന്ത് വന്നാലും ഒരു പോലീസുകാരൻ പോലും അവിടെ വന്ന് നിൽക്കാൻ. അങ്ങനെ വരുമ്പോ എന്തുണ്ട്, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലെ ലോക്കൽ ബസ്സുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന ബസ് ഓണേഴ്സിനേക്ക് നല്ല കാര്യം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാനാണ്. അല്ലാണ്ട് ഒരു മാറ്റത്തിൽ ഈ ഭരണസമിതി മാറ്റമില്ല എന്ന് തുടരണം. ഇതോടെ ഭരണസമിതി തന്നെ ഇക്കാര്യത്തിൽ ഇരുതട്ടിലാണെന്ന പ്രതിപക്ഷം കുറ്റപ്പെടുത്തി യോഗ്യം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. വിഷയത്തിൽ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. നഗരസഭ ഭരണസമിതിക്ക് കൂട്ടുത്തരവാദിത്തമല്ല, പലരും പല അഭിപ്രായമാണ് പറയുന്നത്.
അതുകൊണ്ട് ഇനിയെങ്കിലും ചെർപ്പളശ്ശേരിയിലെ ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഭരണസമിതിക്ക് ആവില്ലെങ്കിൽ അങ്ങനെ പിന്നെ ആ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൗൺസിലിൽ ഇറങ്ങിപ്പോകും. തുടർച്ചയായിട്ട് ആദ്യം ചെർപ്പളശ്ശേരിയിലെ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും എല്ലാ വിഭാഗം ആളുകളെയും പ്രയാസത്തിലാക്കിയ ഈ ട്രാഫിക് പരിഷ്കാരം പിൻവലിക്കണം, ആവശ്യമായ ചർച്ച നടത്തണമെന്ന് ഞങ്ങൾ പലതവണ ഈ നഗരസഭാ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ട് ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ കൗൺസിൽ ഏറ്റവും പുതിയൊരു പ്രതിഭാസം ചെർപ്പളശ്ശേരിയിലെ നഗരസഭാ ഭരണസമിതി രണ്ട് തട്ടിലാണ്, രണ്ട് പക്ഷമാണ്. കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കൗൺസിലിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പ്രശ്നം പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞത് ചാനൽ റിപ്പോർട്ട് ചെയ്തതാ. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായി എന്താണ് വൈസ് ചെയർമാൻ പറഞ്ഞത്? ഒരു കാരണവശാലും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തെ പരിഹരിക്കാൻ, ലഘൂകരിക്കാൻ ഒരു നടപടിയും ഈ ഭരണസമിതി എടുക്കില്ല എന്നാ ഞങ്ങൾ ആര് പറയണതാ വിശ്വസിക്കേണ്ടത്? പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലേലം വിളിച്ചയാൾ മുങ്ങിയ സാഹചര്യത്തിൽ ഈ ലേലം റദ്ദാക്കി പുനർലേലം നടത്താനും കൗൺസിൽ തീരുമാനിച്ചു. ആദ്യം ലേലം വിളിച്ചയാളെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്ലക്കാർഡുകളുമായി കൗൺസിലിലെത്തി ചെർപ്പശ്ശേരി നഗരസഭയിലെ LDF കൗൺസിലർമാർ. സമരത്തെ എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് വൈസ് ചെയർമാൻ ആവശ്യപ്പെട്ടു. സമരത്തിന് പിന്തുണയുള്ളതായി UDF കൗൺസിലർമാർ വ്യക്തമാക്കി. ഒന്നടങ്കം എതിർക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇതിനോട് ഐക്യപ്പെടുകയാണ്. അവിടെ നമ്മൾ ഒരുമിച്ചാണ് സമരം ചെയ്യുന്നത്, ഞങ്ങളോടുകൂടി അത് പറയേണ്ടതായിരുന്നു എന്നുള്ള ഒരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. വളർന്നു വരുന്ന യുവതി യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആയിട്ടുള്ള കോടിക്കണക്കായ യുവതി യുവാക്കളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വേദനയിലും പ്രയാസത്തിലും ഈ കൗൺസിലിലെ ജനപ്രതിനിധികളോടൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ്. എന്നാൽ സമരം നാടകമാണെന്നും കലാപാന്തരീക്ഷത്തിൽ നടക്കുന്ന സമരത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും ഏക BJP അംഗം P. ജയൻ നിലപാടെടുത്തു. ഒരു നാടകം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടത്തുന്ന ഈ കലാപാന്തരീക്ഷത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ഇത്തരം സമരങ്ങളോട് ഒരു തരത്തിലും ഐക്യപ്പെടാനാവില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന, ഈ രാജ്യത്തിനെ വിഘടിത ശക്തികൾക്ക് വേണ്ടി കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്ന അത്തരത്തിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ സമരത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ ഈ നഗരസഭയുടെ കൗൺസിൽ തയ്യാറാവരുതെന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സമരത്തിനിടെ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് യോഗം അനുശോചനം അറിയിക്കണമെന്ന ഭരണപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും BJP അംഗം വിയോജിച്ചു. തുടർന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ വിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. നേരത്തെ പറഞ്ഞ നമ്മുടെ നീറ്റ് പരീക്ഷയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കുട്ടികൾ ആത്മഹത്യ ചെയ്ത അവരുടെയും യോഗത്തിൽ ഈ കൗൺസിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. ആദർശ പ്രസ്ഥാനത്തിന്റെ മാതൃകാ പണ്ഡിത ശ്രേഷ്ഠന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. അന്തരിച്ച സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാരുടെ മൃതദേഹം തിരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി.
ലാളിത്യവും വിനയവും സ്നേഹവും ജീവിതത്തിൽ പകർത്തിയ സൂര്യ തേജസ്സിന് നാട് വിട നൽകി. ആലിക്കുട്ടി മുസ്ലിയാർ ഖാസിയായിരുന്ന സ്വദേശമായ തിരൂർക്കാട്ടെ ജുമാ മസ്ജിദിലാണ് അന്ത്യവിശ്രമം. പണ്ഡിത ശ്രേഷ്ഠന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ ഉസ്താദിനെ ഒരു നോക്കു കാണാൻ ജനം ഒഴുകിയെത്തി. SKSSF വിഖായ വളണ്ടിയർമാരും വൈറ്റുകാട് അംഗങ്ങളും അണമുറിയാതെ എത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുകയായിരുന്നു. ഭൗതികദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തി. മസ്ജിദിൽ നടത്തിയ മയ്യിത്ത് നമസ്കാരത്തിന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി. ദക്ഷിണേന്ത്യയിലെ ഉന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വിദ്യാർത്ഥിയായി എത്തിയ ആലിക്കുട്ടി മുസ്ലിയാർ പിന്നീട് ജാമിയയിൽ തന്നെ അധ്യാപകനായും പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിച്ചു. സമസ്തയുടെയും പട്ടിക്കാട് ജാമിയയുടെയും നേതൃസ്ഥാനത്ത് അദ്ദേഹം ഒരുപോലെ പ്രവർത്തിച്ചു. ആയിരക്കണക്കായ യുവ പണ്ഡിതന്മാരെ ജാമിയയിലൂടെ കർമ്മവീതിയിലേക്ക് നയിച്ചു. നിരവധി ശിഷ്യന്മാരാണ് ഉസ്താദിനെ അവസാനമായി യാത്രയാക്കാൻ എത്തിയത്. കേരളം ലോകത്തിന് സമ്മാനിച്ച മഹാപണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്നു പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന ആധികാരിക മതപണ്ഡിത സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് 10 വർഷമായി ആ സ്ഥാനത്ത് തുടരുന്നു. അതുപോലെ തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ ജാമിയ നൂരിയ അറബി കോളേജ് 1979 മുതൽ അവിടെ മുദരിസാണ്. 2003 മുതൽ അവിടെ പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്നു. വിവിധ അന്തർദേശീയ വേദികളിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി, മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രതിനിധിയായി വിവിധ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ച, വിശാദരണം നടത്തിയ പ്രമുഖനായ പണ്ഡിതനാണ്. നിരവധി ഗ്രന്ഥങ്ങൾ രചയിതാവാണ്. മികച്ച ഒരു പ്രഭാഷകനായിരുന്നു. കേരള മുസ്ലിങ്ങൾക്ക് എന്നല്ല, കേരളത്തിലെ പൊതുബോധത്തിലെ ഈ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പ്രചാരണത്തിൽ മുന്നിൽ നിന്നിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള മുസ്ലിങ്ങൾക്ക് സമസ്തക്ക് വിശേഷിച്ചും അതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചും വലിയ ഒരു നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാൻ പദവിയിൽ എത്തിയ ആദ്യ മലയാളിയാണ് കെ ആലിക്കുട്ടി മുസ്ലിയാർ. സുന്നി പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയായും മഹല്ല് പ്രസ്ഥാനങ്ങൾക്ക് ദിശാബോധം നൽകിയും മുസ്ലിം ഉമ്മത്തിനെ നേരിന്റെ പാതയിലേക്ക് നയിച്ചു. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. മികച്ച നേതൃസംഘാടകൻ, പണ്ഡിതശ്രേഷ്ഠൻ, മതാധ്യാപകൻ, സൂഫി വര്യൻ, ആത്മീയ ഗുരു എന്നീ നിലകളിലെല്ലാം ശ്രേഷ്ഠനായ ശൈഖുൽ ജാമിയ നിർവഹിച്ച ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടും. സത്താറാന മങ്ങാട്, ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. يا رب العالمين وإلى حضرات من ماتوا منا من آبائنا يا رب العالمين وإلى حضرات من نويناهم يا رب العالمين وإلى حضرة آبائه يا رب العالمين وإلى حضرات من نويناهم يا رب العالمين اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا واعف عنهم يا رب العالمين. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രഷർ യൂണിറ്റിനെ കുറിച്ചുള്ള പരാതി പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് പഞ്ചായത്ത്. ക്രഷറിന്റെ പ്രവർത്തനം തങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രഷർ യൂണിറ്റിനെ കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തത്. ക്രഷർ യൂണിറ്റിലേക്ക് കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡിലൂടെയും കുലുക്കിലിയാട് കുണ്ടൂർക്കുന്ന് റോഡിലൂടെയും കുണ്ടൂർക്കുന്ന് ഭാഗത്തു നിന്നുമാണ് ടൺ കണക്കിന് ഭാരവുമായി വലിയ ടോറസ് ലോറികൾ വരുന്നത്. ഇതുമൂലം ഈ റോഡുകളെല്ലാം തകർന്ന് കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. പലതവണ വിഷയം ക്രഷർ യൂണിറ്റിന്റെ ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. കൂടാതെ രാത്രിയും പകലും ഭേദമില്ലാതെ ക്രഷർ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിസരവാസികളായ ജനങ്ങൾക്കും കിടപ്പുരോഗികൾക്കും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പലരും വീട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണുള്ളത്. കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡിൽ തോടിനു കുറുകെയുള്ള പാലം വളരെ അപകടാവസ്ഥയിലാണുള്ളത്.
ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ബസ്സുകളും മറ്റു വാഹനങ്ങളും പോകുന്ന റോഡിലെ ഈ പാലം ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിലെ യോഗത്തിന് എത്തിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ നാട്ടുകാരുടെ സന്നിധാനത്തിൽ വലിയൊരു പ്രതിഷേധവും ഒരു ചാനലിന് ഒരു അഭിപ്രായമൊക്കെ കൊടുക്കുകയുണ്ടായി. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ അവിടെ കുറച്ച് മെറ്റലൊക്കെ കൊടുത്തിട്ട് ഇന്നും കുറച്ച് മെറ്റൽ ഇന്നലൊക്കെ റോഡ് പറ്റ പൊളിഞ്ഞിട്ട് മഴ പെയ്തപ്പോൾ ആ രീതിയിൽ അവരുടെ സ്ഥാപനം നിലനിർത്തുന്ന ആവശ്യമായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ നമുക്കറിയാം, നേരത്തെ അവിടെ സൂചിപ്പിച്ചു, തീർച്ചയായിട്ടും മധുരമായിട്ടൊക്കെ പറഞ്ഞ പോലെ ആ കോറി അവിടെ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ അവിടെ കുട്ടികൾക്ക്, പരിസരത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കിടപ്പ് രോഗികള്, എന്തിനധികം പറയുന്ന ഒരു നമ്മുടെ കോഴികളൊക്കെ വളർത്തുന്ന കോഴികളുണ്ടല്ലോ, ഇതിന്റെ സൗട്ട് കേട്ട കോഴി ചത്തുപോവാണ്. അങ്ങനെ നിരവധി കാണാൻ പറ്റാത്ത വിഷയങ്ങൾ ഉൾപ്പെടെ ആ കോഴിയുമായി ബന്ധപ്പെട്ട പരിസരവാസികൾ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അതിന്റെ പുറത്താണ് ഈ പറഞ്ഞ പോലെ കോട്ടപ്പുറത്ത് നിന്ന് വരുന്ന ആ റോഡായാലും, കുന്നത്തെ പീടിയിൽ നിന്ന് വരുന്ന റോഡായാലും, കുന്നൂർക്കുന്നത്ത് വരുന്ന റോഡായാലും, ഈ റോഡുകളൊക്കെ പറ്റ തർപ്പണായി. അതിന്റെ പുറത്ത് തെങ്ങൻതൊടി എന്ന് പറഞ്ഞ ഭാഗത്ത് ചെറിയൊരു പാലം, ആ പാലത്തിൽ ഈ റോഡിൽ നിന്ന് പോകാനുള്ള സംവിധാനം അതിനില്ല, അതിനുള്ള ബലമില്ല. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ റോഡുകൾ ഉള്ളുറോഡാണ്. അപ്പൊ ഈ റോഡിലൊക്കെ ആണെങ്കിലും വിഷയമില്ല. ആ റോഡിൽ എത്ര ടെണ്ണ് വെച്ചിട്ടുള്ള ലോറി പോവാം എന്ന് പഞ്ചായത്തിന് നിർദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു പാസ് ഉണ്ടാവും. അതിനെ മറികടന്നുകൊണ്ടാണ് കോവിഡ് ആളുകൾ പ്രവർത്തിക്കുന്നത്. അതിലേക്ക് എതിരൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കറിയാം, സമയം ഇല്ല അവർക്ക്, ഏത് സമയത്ത് പ്രവർത്തിക്കുകയാണ്, എത്ര ലോഡ്, അവരവരുടെ ലാഭമാണ് നോക്കുന്നത്. അത് തീർച്ചയായിട്ടും പഞ്ചായത്തിന് കടിഞ്ഞാൻ സാധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. യോഗത്തിന് എത്തിച്ചേർന്ന ആളുകളുടെയെല്ലാം അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം അമിതഭാര വാഹനങ്ങൾ ഈ 3 റോഡുകളിലൂടെയും പോകുന്നത് നിയന്ത്രിക്കാൻ ബോർഡുകളും സുരക്ഷാ ക്രമീകരണങ്ങളും വെക്കാനും കൂടാതെ അടുത്ത ദിവസം തന്നെ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും തീരുമാനിച്ചു. അവിടെ ഒരു സമയത്തും പാലിക്കാതെ, മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഉള്ള പ്രവർത്തനമാണ്. നിങ്ങളൊക്കെ പറയാതെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഏകദേശം 4 കിലോമീറ്ററോളം അപ്പുറത്താണ് എൻ്റെ വീട്. നിങ്ങളൊരു കർഷകരായിട്ട് ഞാൻ 2 കർഷകരാണ്. രാത്രി ഒന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഉറക്കം ഒന്ന് ആയി കഴിഞ്ഞാൽ 2 ഭാഗത്താണ് കടകട ശബ്ദിക്കുക. ഒന്ന് ഈ കർഷകനും മറ്റൊന്ന് ചോറോടുന്നു. ടീമിന്റെ കർഷകർ അവിടെയും വസിക്കുന്നുണ്ട്. ഇതിന് രണ്ടിനും കൂടി അപ്പം ഇതിന്റെ ഇത്ര ദൂരത്തിൽ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള എനിക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം എത്രത്തോളം ഗൗരവമായിരിക്കും നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ കരിപ്പൂർ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രസരത്തിന് വേണ്ടി പറയുന്നതല്ല, ആത്മാർത്ഥമായി തന്നെ പറയാണ്. ഈ അവിടുത്തെ ജനവിഭാഗത്തിന്റെ ഒപ്പം, ദുരിതമായി അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ ഒപ്പം തീർച്ചയായും നിലകൊള്ളുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ പഞ്ചായത്ത് ഭരണസമിതിക്കുന്ന രേഖാമൂലം ചെയ്യുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അത് പരമാവധി ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കഴിയുക, സ്ഥാപനത്തിന് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു സ്റ്റോപ്പ് മെമ്മോ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ആ ഇത്ര ഒരു ഇൻവെസ്റ്റ് നടത്തിയിട്ട് അവിടെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് റിക്കവറി ചെയ്തില്ല, കോടതികളെ സമീപിച്ച് റിക്കവറി ചെയ്താൽ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. അപ്പൊ ഇത് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുക. ഏതെല്ലാം മേഖലകളിൽ നിന്ന് ജിയോളജി ഉൾപ്പെടെയുള്ള പൊല്യൂഷൻ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആ വിഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയ ലൈസൻസ് അതിനൊക്കെ റദ്ദാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തമായ ജനകീയ സമര പരിപാടികൾ കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂ. കുടിവെള്ള കണക്ഷൻ ലഭിച്ചിട്ടും പൈപ്പിലൂടെ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് ബില്ല് ലഭിച്ചതായി പരാതി. അമ്പലപ്പാറ കണ്ണമ്പുങ്ങോട് പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളാണ് വെള്ളം ലഭിക്കാതെ തന്നെ ബില്ല് എത്തിയതിന്റെ അമ്പരപ്പിൽ ഉള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി കണ്ണമ്പൂങ്ങോട് ഭാഗത്തുള്ള വീടുകളിൽ പൈപ്പ് ലൈനുകളും മീറ്ററും സ്ഥാപിച്ചത്. എന്നാൽ 3 മാസം പിന്നിട്ടിട്ടും ഇവിടേക്ക് വെള്ളം എത്തിയിട്ടില്ല. എങ്കിലും 400 മുതൽ 600 രൂപ വരെയുള്ള ബില്ലുകളാണ് വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. കുടിവെള്ള കണക്ഷനിലെ മീറ്ററിൽ ഇപ്പോഴും 0 എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്നിട്ടും മൊബൈൽ സന്ദേശമായും നേരിട്ടും ബില്ലുകൾ എത്തിയതായി നാട്ടുകാർ പറയുന്നു. പ്രദേശവാസിയായ കാളിയത്ത് അൻസാറിന് 518 രൂപയുടെ ബില്ലാണ് ലഭിച്ചത്. പൊട്ടച്ചിറ സൈതലവിക്ക് 436 രൂപയുടെ ബില്ലും വന്നിട്ടുണ്ട്. കണ്ണമ്പൂങ്ങോട് രാജൻ, മകൻ രാജേഷ്, പൊട്ടച്ചിറ അബ്ദുൾ സമദ്, മധു തുടങ്ങിയവർക്കും സമാനമായ രീതിയിൽ ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബിൽ ലഭിച്ചിട്ടുണ്ട്. ലഭിച്ച ബില്ലുകളിൽ ഓരോ വീടുകൾക്കും വ്യത്യസ്ത തുകയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു പല പ്രദേശങ്ങളിലും കണക്ഷൻ നൽകി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുടിവെള്ള വിതരണം ആരംഭിച്ചിരുന്നു. എന്നാൽ കണ്ണമ്പൂങ്ങോട് ഉയർന്ന പ്രദേശമായതിനാലാണ് വെള്ളം ലഭിക്കാത്തതെന്നാണ് കരുതുന്നത്.
മാത്രവുമല്ല വീടുകളിലേക്ക് 1/2 ഇഞ്ച് വ്യാസമുള്ള പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാകാം വെള്ളം എത്താതിരിക്കാൻ കാരണമെന്നാണ് കുടുംബങ്ങളുടെ സംശയം. കണക്ഷൻ കിട്ടിയിട്ട് നമുക്ക് 3 മാസമായി. 3 മാസമായിട്ട് ഇപ്പോൾ വെള്ളം വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ബില്ല് മെസ്സേജ് വന്നാക്കണു 515 രൂപ. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, വെള്ളം കിട്ടിയിട്ടില്ല. വീട്ടിൽ ഇപ്പോൾ റീഡിങ് 0 ആണ്. നമ്മൾ തുറന്നു നോക്കിയപ്പോൾ 0 ആണ്. ഇപ്പോൾ ഇവിടെ ഒരു 3-4 വീടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കണത്. സംഭവം എന്നറിയില്ല. ഇനിയിപ്പോൾ വേറെ വല്ല കണക്ഷൻ കൊടുക്കും തോന്നുന്നുണ്ട്. സ്വന്തമായി കിണറോ കുഴൽ കിണറോ ഇല്ലാത്ത നിരവധി കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. പൈപ്പ് വെള്ളം മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. ജില്ലാ അതോറിറ്റി പ്രോജക്ട് ഡിവിഷനാണ് കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നത്. പ്രോജക്ട് ഡിവിഷൻ കണക്ഷൻ നൽകി ടാഗ് ചെയ്യുന്നതോടെ സിസ്റ്റത്തിൽ സ്വയം ബില്ലുകൾ ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് ഇത്തരം പ്രതിസന്ധിക്ക് കാരണം. വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി നൽകിയാൽ തുക തിരുത്തുകയും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയും ചെയ്യുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. പട്ടാമ്പിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞ പ്രതിയെ പിടികൂടി. മലപ്പുറം തവനൂർ സ്വദേശി 20-കാരൻ മുഹമ്മദ് സഹലിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് സംഭവം. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ഞാങ്ങാട്ടി സ്വദേശി ഹരികൃഷ്ണന്റെ ബൈക്കാണ് മോഷണം പോയത്. ഹരികൃഷ്ണന്റെ പരാതിയിൽ പട്ടാമ്പി പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് തവനൂർ സ്വദേശി 20-കാരൻ മുഹമ്മദ് സഹൽ പിടിയിലാകുന്നത്. പ്രതിയുമായി പട്ടാമ്പി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. കൂത്താട്ടുകുളത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചിങ്ങവനത്തു നിന്നുമാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്നും മോഷണം പോയ ബൈക്ക് കണ്ടെത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പട്ടാമ്പിയിലെ ബൈക്ക് മോഷണ വിവരം പുറത്തുവന്നത്. ബൈക്ക് മോഷണ സംഘത്തിലെ കണ്ണിയാണ് മുഹമ്മദ് സഹൽ എന്ന് പോലീസ് പറഞ്ഞു. ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘത്തിലെ 2 പേരെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. ഇവർ മോഷ്ടിച്ച ഒരു ബൈക്ക് പട്ടാമ്പിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഡൽഹിയിലെ പ്രക്ഷോഭകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ ജ്വാല തീർത്തു. പ്രതികരണ വേദിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാജ്യത്തെ വിദ്യാർത്ഥികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE ക്രമക്കേട് എന്നിവയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. സോനം വാങ്ചുക്കിന്റെ ജീവൻ രക്ഷിക്കുക, ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കുക, സമരം ചെയ്യുന്ന ഇന്ത്യൻ യുവത്വത്തെ ദേശദ്രോഹികളായി മുദ്രകുത്താതിരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളുമേന്തി ലൈബ്രറി സ്വീറ്റിൽ നിന്നും ആരംഭിച്ച പ്രകടനം SBI ജംഗ്ഷനിലെത്തി നടന്ന വിശദീകരണ യോഗത്തിൽ AP കേലു, C രാധാകൃഷ്ണൻ, MV രാജൻ, SFI നേതാക്കളായ നിഹാൽ, അജില, സുരേഷ് N, നിബ നമ്പൂതിരി, MK ദേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പന്തങ്ങൾ കൊളുത്തി മുദ്രാവാക്യങ്ങളും കവിതകളുമായി ചന്തപുരയിലേക്ക് നീങ്ങി. ചന്തപുരയിൽ നടന്ന പൊതുയോഗത്തിൽ V രാമൻകുട്ടി, K സജീവ് കുമാർ, K ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ഭരണകൂടത്തിന്റെ ധാർഷ്ട്യങ്ങൾക്കെതിരായ പ്രക്ഷോഭ സമരങ്ങളിൽ ഒന്നിച്ചണിചേരുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് പരിപാടി സമാപിച്ചത്. പരീക്ഷകൾ കൊള്ളയടിക്കാനുള്ളതല്ല. വിദ്യാർത്ഥി യുവജനങ്ങൾ നാളത്തെ വാഗ്ദാനങ്ങൾ. മോദി സർക്കാർ നീതി പാലിക്കുക. വിദ്യാർത്ഥി യുവജന സമരം ഒത്തുതീർപ്പാക്കുക. സോനം വാങ്ചുക്കിന്റെ ജീവൻ രക്ഷിക്കുക. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ചെർപ്പശ്ശേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ 4 കോടി രൂപ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്ലാൻ ഫണ്ടിൽ 4 കോടി രൂപ വെട്ടിക്കുറച്ച് ചെർപ്പശ്ശേരി നഗരസഭയുടെ ക്ഷേമവും വികസനവും UDF സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ചാണ് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കഴിഞ്ഞ 10 വർഷം കേരള സംസ്ഥാനത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ട് വളരെ കൃത്യമായി കൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചതിന്റെ ഭാഗമായി കൊണ്ടാണ്
താഴെത്തട്ടിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. വളരെ അഭിമാനകരമായി കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളോട് നമുക്കത് പറയാൻ വേണ്ടി കഴിയും. അപ്പോ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒന്നും തന്നെ തനതായ ഫണ്ടുകൾ വേണ്ടത്ര ഇല്ലാത്ത പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളും അതുപോലെ തന്നെ നഗരസഭയും പ്രവർത്തിക്കണമെങ്കിൽ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റ് വിഹിതത്തിന്റെ ഭാഗമായി നീക്കിവെച്ച ഫണ്ട് കൃത്യമായിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് കൈമാറണം. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിന്റെ വികസന ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തില് നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണവും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണവും വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടില് എമ്പാടും ഉണ്ടാക്കിയിട്ടുള്ളത്. കാറൽമണ്ണ LC സെക്രട്ടറി M. സിജു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, മറ്റ് കൗൺസിലർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി വികസനം പുതിയ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ അനുമതി ലഭിച്ചു. പ്രവൃത്തി വേഗത്തിലാക്കാനും കിഫ്ബി ഫണ്ട് തടസ്സം നീക്കാനും മുഖ്യമന്ത്രിക്ക് നഗരസഭാ അധ്യക്ഷൻ TP ഷാജി നിവേദനം നൽകി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ട് വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിക്കാനും കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം പരിഹരിക്കാനും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പട്ടാമ്പി നഗരസഭാ അധ്യക്ഷൻ TP ഷാജി നിവേദനവും പദ്ധതിയുടെ വിശദാംശങ്ങളും കൈമാറി. താലൂക്ക് ആശുപത്രിയിൽ പുതിയ OP യൂണിറ്റ്, ആധുനിക കാഷ്വാലിറ്റി ബ്ലോക്ക്, ആധുനിക ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്ന കെട്ടിട സമുച്ചയ നിർമ്മാണത്തിനായി 15.57 കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കിഫ്ബി ധനസഹായത്തോടെയുള്ള ഈ പദ്ധതിക്ക് 2020 ഭരണാനുമതിയും 2022 സാങ്കേതികാനുമതിയും ലഭ്യമായിരുന്നു. ഹൈറ്റ്സ് ആണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. എന്നാൽ റെയിൽവേ ഭൂമിയോട് ചേർന്നുള്ള നിർമ്മാണമായതിനാൽ റെയിൽവേയുടെ NOC വർക്ക് ഓർഡർ ലഭിക്കാത്തതായിരുന്നു ഇതുവരെ പ്രവൃത്തി ആരംഭിക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2026 ജൂലൈ 1 റെയിൽവേയുടെ അനുമതി പത്രം ലഭിച്ചതോടെ പദ്ധതിയുടെ പ്രധാന സാങ്കേതിക തടസ്സം നീങ്ങിയിരിക്കുകയാണ്. റെയിൽവേ അനുമതി കൂടി ലഭ്യമായ സാഹചര്യത്തിൽ കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട നിലവിലെ അനിശ്ചിതത്വങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് പ്രവൃത്തികൾ സമയബന്ധിതമായി ആരംഭിക്കുന്നതിന് ഭരണതലത്തിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് നഗരസഭാ അധ്യക്ഷൻ TP ഷാജി ആവശ്യപ്പെട്ടു. പട്ടാമ്പിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ആ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പട്ടാമ്പി നഗരസഭയും ജനപ്രതിനിധികളും നിരന്തരമായ ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 15.5 കോടി രൂപ അനുവദിക്കുകയും അന്ന് അതിൻ്റെ തറക്കല്ലിടൽ പ്രവൃത്തിയും പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ ASും TSും ഒക്കെ ലഭിച്ചു. പക്ഷേ റെയിൽവേയുടെ പരിസര പ്രദേശമായതുകൊണ്ട് റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ട് ആ പ്രവൃത്തി തുടങ്ങി വെക്കാൻ സാധിച്ചിട്ടില്ല. നിരന്തരമായി ഈ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിരവധി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1/7/2026 റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ റെയിൽവേയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഗവൺമെൻറ് മാറി ഈ ഫണ്ട് കിഫ്ബി ഫണ്ടായതുകൊണ്ട് കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കാത്ത ചില കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചില ഫണ്ടുകളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് താലൂക്ക് ആശുപത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളുടെ നിരന്തരമായ കാത്തിരിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയും റെയിൽവേയുടെ അനുമതി ലഭിച്ച വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിന് രേഖാമൂലം ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പട്ടാമ്പിയുടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് അനുഭാവപൂർവമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിനാവശ്യമായ നിർദ്ദേശം നൽകും എന്നാണ് നഗരസഭ വിശ്വസിക്കുന്നത്.
ജില്ലാ അതിർത്തിയിലെ ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൽ ഗതാഗതം ദുഷ്കരമായി മാറുന്നു. പാലത്തിന്റെ മുകളിൽ ടാറിളകി കുഴികൾ നിറഞ്ഞതും രാത്രി സമയങ്ങളിലെ വെളിച്ചക്കുറവുമാണ് യാത്ര ദുരിതപൂർണമാക്കി മാറ്റുന്നത്. 1.5 പതിറ്റാണ്ട് മുൻപ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിനുപുറം റോഡിൽ കാര്യമായ പരിപാലനം നടന്നിട്ടില്ല. പാലത്തിനു പുറമെ ഇരുവശങ്ങളിലെയും അപ്രോച്ച് റോഡുകളിലും പലയിടത്തായി ടാറിളകി കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയ അവസ്ഥയാണ്. തിരക്കേറിയ പാതയിലെ കുഴികൾ ഇരുചക്രവാഹനങ്ങൾക്കുൾപ്പെടെ അപകട ഭീഷണി ഉയർത്തുന്നതായി ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. മായന്നൂർ പാലം പിന്നിട്ട് തൃശൂർ ജില്ലാതിർത്തിയിലെ കൊണ്ടാഴിയിൽ നിന്ന് കുത്താമ്പുള്ളിയിലേക്ക് ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കപ്പെട്ടതോടെയാണ് മായന്നൂർ വഴിയുള്ള ഗതാഗതം ഇരട്ടിയായി മാറിയത്. ഒറ്റപ്പാലത്ത് നിന്ന് തിരുവില്ലാമലയിലേക്കും പഴയന്നൂരിലേക്കുമെല്ലാമുള്ള വാഹനങ്ങൾ ഇപ്പോൾ മായന്നൂർ പാലം വഴിയാണ് യാത്ര. മഴ കൂടിയതോടെ റോഡിലെ ദുരിതം ഇരട്ടിയായി. പാലത്തിലെ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാത്തതും രാത്രി സമയങ്ങളിലെ യാത്ര ദുരിതപൂർണമാക്കി മാറ്റുന്നു. വെളിച്ചക്കുറവ് മൂലം വാഹനങ്ങൾ കുഴികളിൽ ചാടുന്നതും പെട്ടെന്ന് വെട്ടിക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു. ഒറ്റപ്പാലത്തെയും മായന്നൂരിലെയും നൂറുകണക്കിന് പേർ പ്രഭാത സായാഹ്ന സവാരിക്കായി ആശ്രയിക്കുന്ന പാലം കൂടിയാണിത്. ഇരുവശത്തെയും നടപ്പാതകളിലൂടെ നടക്കുന്നവരുടെ സുരക്ഷയ്ക്കു കൂടി പ്രയോജനകരമാണ് പാലത്തിലെ തെരുവ് വിളക്കുകൾ. ലോകകപ്പ് ഫുട്ബോൾ ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ റോഡരികുകളിലും കവലകളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും ഹോർഡിങ്ങുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അറിയിച്ചു. അപകട സാധ്യതയും പൊതുജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് നിർദ്ദേശം. ലോകകപ്പ് മത്സരങ്ങൾ അവസാനിച്ച സാഹചര്യത്തിലും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് നടപടി. കാലപ്പഴക്കം മൂലം പല ബോർഡുകൾക്കും ബലക്ഷയം സംഭവിച്ചിരിക്കാവുന്നതിനാൽ അവ റോഡിലേക്കോ വാഹനങ്ങളിലേക്കോ കാൽനട യാത്രക്കാരുടെ ദേഹത്തോ വീണ് ഗുരുതര അപകടങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച ക്ലബ്ബുകളും ആരാധക സംഘങ്ങളും സംഘടനകളും വ്യക്തികളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ എത്രയും വേഗം അഴിച്ചുമാറ്റണം. അഴിച്ചുമാറ്റുന്ന ഫ്ലക്സുകളും മുള, തടി, ഇരുമ്പ് തുടങ്ങിയ സാമഗ്രികളും റോഡരികുകളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ ഉപേക്ഷിക്കരുത്. പൊതുജനങ്ങളുടെ സുരക്ഷയും സുരക്ഷിതത്വവും മുൻനിർത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ചെറിയൊരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇനി നീന്തൽ പരിശീലിക്കാനും വിനോദത്തിനുമായി സ്വന്തമായി നീന്തൽക്കുളമായി. പഞ്ചായത്തിലെ കുരുടൻകുളത്തിലാണ് 33 ലക്ഷം രൂപ ചെലവഴിച്ച് നീന്തൽക്കുളത്തിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത്. കെ പ്രേംകുമാർ MLA നീന്തൽക്കുളം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്തിന്റെ 2024, 2025, 2025, 2026 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പ്രദേശവാസികളുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി കുളത്തിനു ചുറ്റും ഇന്റർലോക്ക് വിരിക്കൽ, ശക്തമായ കൈവരികൾ സ്ഥാപിക്കൽ, പ്രത്യേകം സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കൽ, ദൃഢമായ സൈഡ് ഭിത്തി നിർമ്മാണം തുടങ്ങിയവയാണ് ഇതിന്റെ ഭാഗമായി പൂർത്തിയാക്കിയത്. സജ്ജമാക്കിയ നീന്തൽക്കുളത്തിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ഈ കുളം അത്തരം ഒരു നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ലൈറ്റ് വിറ്റിയിലൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടാവുക, മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് സാധ്യമാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെ ഈ സൗകര്യം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം എന്ന നിലയിൽ അതിനോട് നല്ല നീതി കാണിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട ഫൈസൽ പറയണ്ട, ഈ പ്രദേശത്തുള്ള ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും നീന്തൽ അറിയാം. ഈ പ്രദേശം, ഈ വാർഡ് നമുക്ക് സമ്പൂർണ്ണ നീന്തൽ അറിയുന്ന വാർഡായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റണം. വിശേഷിച്ച് കുട്ടികൾ LP UP ക്ലാസ്സുകൾ കഴിയുന്നതോടുകൂടി തന്നെ എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠിക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാകണം. നോക്കൂ, ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഒരു സ്വകാര്യ സ്വിമ്മിംഗ് പൂൾ അത് വാടകയ്ക്കെടുത്ത് കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുകയായിരുന്നു. അതൊക്കെ അത്യപൂർവമായി ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യുന്ന കാര്യമാണ്. ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു ട്രെയിനറുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു പരിശീലകനുള്ള ഗ്രാമപഞ്ചായത്താണ് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത്. കേവലം പ്രതിഫലം മാത്രം നോക്കിയിട്ടല്ല, അതെല്ലാം ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘവീക്ഷണവും നാടിനോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയുമാണ് കാണിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചിത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ YN ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K സുനിത, സ്ഥിരം സമിതി അധ്യക്ഷരായ നബീസ ഷെരീഫ്, സോജൻ ജോൺ, വാർഡ് മെമ്പർമാരായ മണികണ്ഠൻ, സുജിനി, രവീന്ദ്രൻ, സുശീല, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AJ ഷബ്ന തുടങ്ങിയവർ സംസാരിച്ചു.
വലിയ മാറ്റങ്ങളുമായി പെരിന്തൽമണ്ണയിലെ ഫാഷൻ വിസ്മയം അറ്റ്ലസ് ഫാഷന്റെ നവീകരിച്ച ഷോറൂം ജൂലൈ 25 രാവിലെ 10 മണിക്ക് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരങ്ങളായ മാളവിക മേനോൻ, അതിഥി രവി എന്നിവരും പങ്കെടുക്കും. കാലത്തിനൊത്തു മാറുന്ന ഫാഷൻ ട്രെൻഡുകളിലും ഏറ്റവും വിലക്കുറവിലും വിസ്മയമായ പെരിന്തൽമണ്ണ അറ്റ്ലസ് ഫാഷൻ കൂടുതൽ മനോഹരവും വിശാലവുമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ ഒരുങ്ങി. ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 100% ഗുണനിലവാരം ഉറപ്പാക്കി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് അറ്റ്ലസ്. 19 രൂപ മുതൽ 999 രൂപ വരെ വിലയുള്ള ഫാഷൻ വസ്ത്രങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ തുടങ്ങിയ എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ ഒറ്റ കുടക്കീഴിൽ അറ്റ്ലസ് പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിരിക്കുകയാണെന്ന് അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാസ് VA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വിലവർദ്ധനവിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 19 മുതൽ 999 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിനകത്ത് തന്നെയാണ് വസ്ത്രങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് ട്രെൻഡി ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ 100% ക്വാളിറ്റി ഉറപ്പുവരുത്തി ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് എന്നും എത്തിക്കാനുള്ള ലക്ഷ്യത്തിലാണ് അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രാൻഡ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത്രയും കാലം നമ്മളെ സ്നേഹിച്ച, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ നാട്ടുകാരെയും വീണ്ടും നമ്മൾ റിനോവേറ്റ് ചെയ്ത് റീലോഞ്ച് ചെയ്യുന്ന നമ്മുടെ ഷോറൂമിലേക്കും വരണമെന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നവീകരിച്ച അറ്റ്ലസ് ഫാഷൻ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരങ്ങളായ മാളവിക മേനോൻ, അതിഥി രവി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വളരെ വലിയ സ്വീകാര്യതയാണ് നമുക്ക് അന്നത്തെ പെരിന്തൽമണ്ണയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാലും കാലത്തിനൊത്ത് ബിസിനസ്സുകൾ എപ്പോഴും മാറേണ്ടതുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്ന് റിനോവേറ്റ് ചെയ്ത് റീലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വരുന്ന ശനിയാഴ്ച രാവിലെ 25 രാവിലെ 10 മണിക്ക് നമ്മുടെ പ്രിയങ്കരനായ MLA നജീബ് കാന്തപുരമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം ആ അവസരത്തിൽ ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള മാളവിക മേനോനും അതിഥി രവിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്ക് ഒരു നറുക്കെടുപ്പ് നടത്തിക്കൊണ്ട് നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് 1 ലക്ഷം രൂപ വീതം 1 ലക്ഷം രൂപ സ്പോട്ടിൽ തന്നെ നമ്മളൊന്ന് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം പർച്ചേസ് ചെയ്യാൻ എത്തുന്ന ഒരു 100 പേർക്ക് നമ്മളൊരു ബ്രാൻഡഡ് ഷർട്ട് ഓരോരുത്തർക്കും 100 പേർക്ക് 19 രൂപ എന്നുള്ള നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് 25 തീയതി മുതൽ 28 തീയതി വരെ 4 ദിവസം അടുപ്പിച്ച് 1000 രൂപ മുതൽ 5000 വരെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രഷർ കുക്കറുകൾ, അതുപോലെ തന്നെ ഇംപെക്സിന്റെ കെറ്റിലുകൾ, വലിയ ട്രക്കിംഗ് ബാഗുകൾ, ഫുഡ് കണ്ടെയ്നേഴ്സ് എന്നിവ നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ഉദ്ഘാടന സമയത്ത് ഷോറൂമിന് മുന്നിൽ സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 2 ഭാഗ്യശാലികൾക്ക് 1 ലക്ഷം രൂപയുടെ സമ്മാനം വേദിയിൽ വെച്ച് തന്നെ സമ്മാനിക്കും. ഉദ്ഘാടന ദിവസം ആദ്യം പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് 19 രൂപയ്ക്ക് ഓൺലി ആൻഡ് സൺസ് ബ്രാൻഡഡ് ഷർട്ടും നൽകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട്. പെരിന്തൽമണ്ണ ഷോറൂം ജനറൽ മാനേജർ R. വിനോദ് നായർ, MD ഓഫീസ് മാനേജർ നൌഫൽ നാസർ, ഗ്രൂപ്പ് മാർക്കറ്റ് മാനേജർ കിരൺ റാം, എക്സിക്യൂട്ടീവ് മാനേജർ നിയാസ് P. കരീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മേലാരിപ്രയിൽ അതിഥി തൊഴിലാളികൾക്കായി ആരോഗ്യ സ്ക്രീനിംഗ് ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന അതിഥി ആരോഗ്യമിത്ര ക്യാമ്പയിന്റെ ഭാഗമായാണ് അതിഥി തൊഴിലാളികളുടെ രക്തപരിശോധന നടത്തിയത്. അതിഥി തൊഴിലാളികളുടെ ആരോഗ്യനില വിലയിരുത്തുന്നതിനും വിവിധ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുമുള്ള പരിശോധനകളാണ് ക്യാമ്പിൽ നടന്നത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ കോലോത്തൊടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് V. റാഫേൽ, U. സുധീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനൂപ് MK, അബ്ദുൽ ജലീൽ T, നൌഷാദ് PK എന്നിവർ നേതൃത്വം നൽകി. അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം ക്യാമ്പുകൾ സഹായകരമാണെന്ന് സംഘാടകർ അറിയിച്ചു. ആരോഗ്യ ബോധവൽക്കരണവും പ്രാഥമിക പരിശോധനകളും ഉൾപ്പെടുത്തിയ ക്യാമ്പിൽ നിരവധി അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ദുർബലരും നിരാലംബരുമായവരെ ചേർത്ത് നിർത്താനും അവരെ സഹായിക്കാനും പൊതുപ്രവർത്തകർക്കാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒറ്റപ്പാലത്ത് CMN ട്രസ്റ്റ് നിർമ്മിച്ച 13 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൈമാറി. മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന ഭരണമാണ് നടക്കുന്നതെന്ന് CPM ലോക്കൽ കമ്മിറ്റി. ലീഗ് കൗൺസിലർമാർ ഗുണ്ടകളെപ്പോലെ പെരുമാറി. ഭരണസമിതിയിൽ 2 തട്ടിലായി കോൺഗ്രസ് കൗൺസിലർമാർ. DCC പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗ്. ചെർപ്പശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണം നിലവിലെ രീതി തുടരും, മാറ്റമുണ്ടാകില്ലെന്ന് വൈസ് ചെയർമാൻ. പ്രതിഷേധവുമായി പ്രതിപക്ഷം കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി.
അന്തരിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് ആദർശ പ്രസ്ഥാനത്തിന്റെ മാതൃകാ പണ്ഡിത ശ്രേഷ്ഠൻ. ഖബറടക്കം തിരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കുടിവെള്ള പദ്ധതിയിലൂടെ വെള്ളം കിട്ടിയില്ലെങ്കിലും ബില്ല് കൃത്യമായി നൽകി വാട്ടർ അതോറിറ്റി. അമ്പലപ്പാറ കണ്ണമ്പൂങ്ങോട് പ്രദേശത്തെ 20ഓളം കുടുംബങ്ങൾക്കാണ് വെള്ളം ലഭിക്കാതെ ബില്ല് നൽകിയത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർക്ക് പുതിയ കണക്ഷൻ നൽകിയത്. കരിമ്പുഴ കോട്ടപ്പുറം കുണ്ടൂർക്കുന്നിലെ ക്രഷർ യൂണിറ്റിനെതിരായ പരാതി. പ്രദേശവാസികളുടെ യോഗം വിളിച്ച് പഞ്ചായത്ത്. കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.